മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ൽ. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഭാഗം 3-ൽ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുന്നു. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന പദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുന്നു. സ്റ്റേറ്റ് എന്നാൽ കേന്ദ്ര സംസ്ഥാന ഭരണ നിയമ സ്ഥാപനങ്ങൾ എന്നർത്ഥമാക്കുന്നു. സ്റ്റേറ്റ് എന്നാൽ കേന്ദ്ര സംസ്ഥാന ഭരണ നിയമ സ്ഥാപനങ്ങൾ എന്നർത്ഥമാക്കുന്നു. ആർട്ടിക്കിൾ 13 മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്ത നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 13 മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്ത നിയമങ്ങൾ നിലനിൽക്കില്ല എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമവാഴ്ച. ആർട്ടിക്കിൾ 14 പറയുന്നത് നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 14 രാഷ്ട്രപതിക്ക് ഇളവ് ലഭിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ബാധകമല്ല. അനുച്ഛേദം 15 ജനനസ്ഥലം, മതം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. അനുച്ഛേദം 15 ജനനസ്ഥലം, മതം, ജാതി, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 എല്ലാവർക്കും അവസരം സമത്വം ഉറപ്പാക്കുന്നു. ഉദാഹരണം PSC മറ്റു നിയമനങ്ങൾ. ആർട്ടിക്കിൾ 16 എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്നു. ഉദാഹരണം PSC അല്ലെങ്കിൽ മറ്റു നിയമനങ്ങൾ. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ 17 അയിത്ത നിരോധനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ 17 അയിത്ത നിരോധനം. ആർട്ടിക്കിൾ 18 പദവികൾ വഹിക്കുന്നത് വിലക്കുന്നു. ഉദാഹരണം റാവു, സാഹിബ്, രാജ. എന്നാൽ സൈനിക പദവി, വിദ്യാഭ്യാസ പദവി മുതലായവയ്ക്ക് ഇത് ബാധകമല്ല. കേണൽ, ഡോക്ടർ. ആർട്ടിക്കിൾ 18 പദവികൾ വഹിക്കുന്നത് വിലക്കുന്നു. ഉദാഹരണം റാവു, സാഹിബ്, രാജ. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. ആർട്ടിക്കിൾ 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് വിവരിക്കുന്നു. ആർട്ടിക്കിൾ 19(1) പ്രകാരം 6 സ്വാതന്ത്ര്യങ്ങൾ പൗരന് ലഭിക്കുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്തെവിടെയും സ്ഥിരതാമസമാക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ഉണ്ടായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ആണുള്ളത്. ആർട്ടിക്കിൾ 19 ഉണ്ടായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ 300A ഉള്ളത്. അന്യായമായ നിന്ന് സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 20. അന്യായമായി നിന്നും സംരക്ഷണം നൽകുന്ന ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പ്രകാരം 3 സംരക്ഷണങ്ങൾ ഉറപ്പു നൽകുന്നു. 20(1) പൂർവകാല നിയമങ്ങൾക്കെതിരെ സംരക്ഷണം. കുറ്റം ചെയ്ത സമയത്തെ നിയമം അനുസരിച്ച് മാത്രമേ ശിക്ഷിക്കാവൂ. ആർട്ടിക്കിൾ 22 ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ ശിക്ഷിക്കാനോ പാടില്ല. നോ ഡബിൾ ജെയോപാർഡി. 20(3) കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21. ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് ആർട്ടിക്കിൾ 21. മൗലികാവകാശങ്ങളിൽ ഏറ്റവും മൗലികമായത് ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം എന്നിവയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 21. സ്വകാര്യതയ്ക്കുള്ള അവകാശം, അന്തസ്സിനുള്ള അവകാശം, ഭക്ഷണത്തിനുള്ള അവകാശം എന്നിവയെ സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ 21. ഇന്ത്യൻ ഭരണഘടനയിലെ സുവർണ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. അന്യായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 22. അന്യായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം ആർട്ടിക്കിൾ 22. അറസ്റ്റിനു ശേഷം 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 22.
അറസ്റ്റിനു ശേഷം 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 22. മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി ചെയ്യിക്കൽ എന്നിവ തടയുന്ന അനുച്ഛേദം 23. മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി ചെയ്യിക്കൽ എന്നിവ തടയുന്ന അനുച്ഛേദം 23. ആർട്ടിക്കിൾ 23 പ്രകാരം 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, 1976 ദി ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്നിവ നിലവിൽ വന്നു. ആർട്ടിക്കിൾ 23 പ്രകാരം 1956 ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട്, 1976 ദി ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് എന്നിവ നിലവിൽ വന്നു. ബാലവേല തടയുന്നത് ആർട്ടിക്കിൾ 24. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തൊഴിൽ ചെയ്യുന്നതിൽ നിന്നും വിലക്കുന്നു. ബാലവേല തടയുന്നത് ആർട്ടിക്കിൾ 24. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 25 മുതൽ 28 വരെ. സ്വാതന്ത്ര്യമായ മതവിശ്വാസം, മതാചരണം, മതപ്രചരണം സ്വാതന്ത്ര്യം നൽകുന്നു ആർട്ടിക്കിൾ 25. സ്വാതന്ത്ര്യമായ മതവിശ്വാസം, മതാചരണം, മതപ്രചരണം സ്വാതന്ത്ര്യം നൽകുന്നു ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 26 ചില പരിമിതികൾക്ക് വിധേയമായി മതപരമായ കാര്യങ്ങൾക്കു വേണ്ടി സ്ഥാപനങ്ങൾ നിർമ്മിക്കാനും മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആർട്ടിക്കിൾ 27 ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രചാരണത്തിനോ പരിപാലനത്തിനോ നികുതി നൽകുന്നതിന് പൗരനെ നിർബന്ധിക്കരുതെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 28(1) സർക്കാർ വിദ്യാലയങ്ങളിൽ മതബോധനം പാടില്ല. ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പു നൽകുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 30. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആർട്ടിക്കിൾ 30. ആർട്ടിക്കിൾ 31 നീക്കം ചെയ്തു. സ്വത്തവകാശം. ആർട്ടിക്കിൾ 32 മൗലികാവകാശ ലംഘനങ്ങളിൽ നിന്നും സുപ്രീം കോടതിയുടെ സംരക്ഷണം. ആർട്ടിക്കിൾ 32 മൗലികാവകാശ ലംഘനങ്ങളിൽ നിന്നും സുപ്രീം കോടതിയുടെ സംരക്ഷണം. സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലികാവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 33. സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലികാവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 33. ആർട്ടിക്കിൾ 34 അടിയന്തര സാഹചര്യങ്ങളിൽ ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനായി സൈനിക നടപടി സ്വീകരിച്ച നടപടികൾക്ക് നിയമപരമായ പരിരക്ഷ നൽകുക എന്നതാണ് ഈ ആർട്ടിക്കിളിന്റെ പ്രധാന ലക്ഷ്യം. ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന ആർട്ടിക്കിൾ 35. ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് വിവരിക്കുന്ന ആർട്ടിക്കിൾ 35. താങ്ക് യു.